ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് സാറ്റർഡേ ആട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ എവിടേക്കും പോയിണ്ടായിരുന്നില്ല. ഇന്ന് മൂവി നൈറ്റ് ആണ്. സാധാരണ ഞങ്ങൾ ഫ്രൈഡേ ആണ് നടത്താറ്, പക്ഷെ ഇന്നലെ നടത്താൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും ബിസി ആയിരുന്നു ഇപ്പൊ ക്ലാസ് തുടങ്ങിയ കാരണം. അപ്പൊ ഇന്നാണ് ഞങ്ങൾ നടത്തേണ്ടത്. അപ്പൊ അതെ അമല, പിന്നെ അവിടെ ആ പുതപ്പ് മൂടിയിരിക്കുന്ന ആളാണ് ആൻലീൻ. എന്റെ റൂംമേറ്റ് ആണ്, എന്റെ ഫ്രണ്ടുമാണ്. ഞാൻ പറഞ്ഞില്ലേ അവള് നാട്ടിൽ പോയൊക്കെയാണെന്ന്. അപ്പൊ ഈ അലങ്കോലായിട്ട് ഇരിക്കണ കാര്യമാണ് ആളെ പുതപ്പ് കൊച്ചിരിക്കണത്. എന്തെങ്കിലും പറയാനുണ്ടോ തനിക്ക്? ഹലോ ഗൈസ്, ഫേസ് റിവീല് പിന്നെ നാളെ ചെയ്യാം നമുക്ക് ഫേസ് റിവീല്. അപ്പൊ ഞങ്ങള് പരിവാർ സിനിമ ആട്ടോ കാണുന്നത്, പരിവാർ. അപ്പൊ അത് ഇന്ന് കാണാറുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വിചാരിച്ചു. എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ ഒരു ചോക്കോലാവ കേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അത് ബിസ്ക്കറ്റ് വെച്ച് ഒരാള് പിന്നെ മാറി പോണ്ടേ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ചോക്കോലാവ ഉണ്ടാക്കണത്. ഞാനല്ല ഞങ്ങള്. അപ്പൊ ഇനിയിപ്പോ അത് ഫ്ലോപ്പ് ആവോ പാസ് ആവോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം. പൊട്ടിക്കൂ. അപ്പൊ ഇതിനുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഓരിയോ ബിസ്ക്കറ്റ് ആണ്. പൊട്ടിച്ചു കഴിഞ്ഞു, അത് സക്സസ്ഫുള്ളും. അമ്മേ, അപ്പൊ ഇതിന് വേണ്ടിയുള്ളത് 3 ഇൻഗ്രീഡിയൻസ് വെച്ചാട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ബിസ്ക്കറ്റ്, ഓരിയോ ബിസ്ക്കറ്റ്, പിന്നെ പാല്, പിന്നെ ഡയറി മിൽക്ക്. അതെ, ഞങ്ങളിങ്ങനെ ബിസ്ക്കറ്റ് പൊട്ടിച്ചൊരു പ്ലേറ്റിലാക്കിൻ്റെ. ഇത് ഞങ്ങൾ പൊട്ടിച്ച് ഈ കപ്പിയിടും. അത് കഴിഞ്ഞ് പാലൊഴിച്ച് അതൊന്ന് ഇതായിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് വെക്കും. അപ്പോൾ അതെ ഞങ്ങൾ പൊട്ടിക്കാൻ പോവാട്ടോ. അപ്പോൾ അതെ ഇതിങ്ങനെ 2 പീസായിട്ട് പൊട്ടിച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൊട്ടിച്ചിടാ പ്ലീസ്. അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ ബിസ്ക്കറ്റുകൾ പൊട്ടിക്കാട്ടോ. അപ്പൊ ഇതാ ഗൈസ്, ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നു. വി ആർ സക്സസ്ഫുൾ ഇൻ ബ്രേക്കിംഗ് ദ ബിസ്ക്കറ്റ്സ്. സോറി ഗൈസ്, ഞങ്ങൾക്ക് ചിരി നിക്കണില്ല. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കളിക്കും, അത് കണ്ട് ഞങ്ങൾക്ക് ചിരി നിക്കണില്ല. ഓട്ടോറിക്ഷയിലൊന്നല്ല ഇരിക്കുന്നത്, ഞങ്ങൾ ഇവിടെ എന്റെ ബെഡിലാണ് ഇരിക്കുന്നത്. ഇനി ഞങ്ങൾ അടുത്ത പ്രോസസ്സിൽ പോവാം. ഇത് റോബോട്ട് അല്ല, ഇത് എന്റെ റൂംമേറ്റ് ആണ്. ആൾക്ക് അടുത്ത പ്രോസസ്സിന് പാലൊഴിക്കാട്ടോ. അപ്പൊ ആരെങ്കിലും കൈ യൂസ് ചെയ്ത് പാലൊഴിക്കൂ പ്ലീസ്. ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ കുഞ്ഞു കുട്ടിയാട്ടോ. ഫസ്റ്റ് ഇയർ അല്ല, സ്കൂളിൽ പഠിക്കണല്ലോ ഈ കുട്ടി. മതി. ഇനി ഞങ്ങൾ പാലൊഴിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി ഇതിൽ കുതിർത്തൊരു ബാറ്റർ പോലെ ഉണ്ടാക്കാനാട്ടോ ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ ഗൈസ്, ഇതിങ്ങനെ കുതിർത്ത് ഒരു ബാറ്റർ ആക്കി മാറ്റണം കേട്ടോ. ഞങ്ങൾ പാലൊഴിച്ചപ്പോ ഇത്തിരി കൂടുതലായി പോയി. ഇനി ബാക്കിയുള്ള കാര്യം ആനി പറയണതായിരിക്കും. യെസ്, ഇപ്പൊ നമ്മുടെ കയ്യിൽ അരിപ്പട ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ സ്പൂൺ ഉപയോഗിച്ച് ആ മുകളിലത്തെ ഭാഗം ഇങ്ങനെ എടുത്ത് ഓരോ തവണ അറ്റ്ലീസ്റ്റ് 100 തവണയെങ്കിലും ഗ്ലാസ്സിലോട്ട് വെക്കാൻ പോവാണ്. എന്നിട്ട് നാളെ ഞങ്ങൾ ഇത് ഓരോ ഷേക്കായിട്ട് കുടിക്കേണ്ടതായിരിക്കും. ഞങ്ങൾ ഡയറി മിൽക്ക് വെക്കാട്ടോ. അതെ, ഇങ്ങനെ ഡയറി മിൽക്ക് വെക്കണ്ടേ. അപ്പൊ അതെ ഞങ്ങളിത് മൈക്രോവേവ് ചെയ്യാൻ വന്നേ. മൈക്രോവേവിൽ വെക്കണം. ഇത് ഓണാക്കിയിട്ടുണ്ടോ? ഞങ്ങളെ കേക്ക് ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. കേക്കായിട്ട് വരുമോ അതെന്തായിട്ട് വരുമോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇങ്ങനെ ഗസ് ഞങ്ങളുടെ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങളുടെ കേക്ക് വന്നിരിക്കണം. ഇത് തിന്നാൻ ഞങ്ങള് പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന്. സെക്കൻഡ് ഫ്ലോർ ഇറങ്ങി എന്റെ റൂംമേറ്റ് പെട്ടെന്നൊന്ന് ഫ്ലോർ മറന്നു പോയതാണ് ഗൈസ്. വേറൊന്നും അല്ല, കുട്ടി മറന്നുപോയി. അല്ല,
നീ കമൺ എന്ന് പറയുന്നുള്ള സമയമായിട്ടുണ്ടാവും. ഇപ്പോഴാണ് നമ്മളെ ഫ്ലോറത്തെ ഇപ്പോഴാണ് ഞങ്ങളെ ഫ്ലോറത്തെ എന്റെ റൂംമേറ്റ് പെട്ടെന്ന് ചാടി കയറിയിട്ടാണ്. റൂം നമ്പർ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ഗൈസ് ഞങ്ങളുടെ കേക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞങ്ങള് അത് ലാഭ വന്നോന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഞങ്ങൾ നോക്കി നോക്കാം. മെൽറ്റ് ആയിന്റെ അത് മുന്നിൽ കാണാൻ ഞങ്ങൾക്ക് ഞങ്ങൾ നോക്കാം. ഗൈസ് ലാവ എന്ന് പറഞ്ഞ സാധനം വന്നില്ല, കുഴപ്പമില്ല. നല്ല സ്മെല്ല. പക്ഷെ ശരിക്കാണ് ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഞങ്ങള് കേക്കൊക്കെ തിന്ന് സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി നാളെ ഇപ്പൊ സൺഡേ ആണല്ലോ, അപ്പൊ പള്ളിയിൽ പോകണം. അപ്പൊ ഇനിയിപ്പൊ കിടന്നുറങ്ങാൻ പോവാട്ടോ. അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ.